കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് മുങ്ങിയെന്ന പരാതിയിൽ മലയാളികൾക്കെതിരെ അന്വേഷണം. ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റിന്റെ 700 കോടി രൂപയിലധികം തട്ടിയെന്ന പരാതിയിലാണ് അന്വേഷണം. സംസ്ഥാനത്തെ 10 പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആയിരക്കണക്കിന് മലയാളികൾ തട്ടിപ്പ് നടത്തിയെന്നാണ് ബാങ്കിന്റെ പരാതി. കേരളത്തിൽ ഇതിനകം 10 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസുകളിൽ മാത്രം 10 കോടി 50 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതിയുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ നേടിയ ശേഷം അവിടെ നിന്ന് മുങ്ങിയവർക്കെതിരെയാണ് അന്വേഷണം. എറണാകുളം റൂറലിൽ 8ഉം കളമശ്ശേരി, കുമരകം എന്നിവിടങ്ങളിൽ ഓരോരോ കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റൂറൽ പരിധിയിൽ മൂവാറ്റുപുഴയിൽ 2 കേസുകളാണുള്ളത്. പുത്തൻകുരിശ്, കാലടി, കോടനാട്, ഊന്നുകൽ, വരാപ്പുഴ, ഞാറയ്ക്കൽ എന്നിവിടങ്ങളിലാണ് മറ്റു കേസുകൾ. കബളിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ 10 പേർക്കെതിരെ കുവൈത്ത് പൗരന്റെ പരാതിയിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന 100 കണക്കിന് പേരും കുറ്റം ആരോപിക്കപ്പെട്ടവരിലുണ്ട്. 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ പലരും ലോൺ നേടിയെന്നാണ് പരാതി. കുവൈത്ത് വിട്ട പലരും പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറി. 1 മാസം മുമ്പാണ് ഗൾഫിൽ നിന്ന് ബാങ്ക് തട്ടിപ്പ് വിവരം കേരള പോലീസിനെ അറിയിച്ചത്. 2020-2022 കാലഘട്ടത്തിൽ ബാങ്കിൽ നിന്ന് ചെറിയ ലോൺ എടുത്താണ് തട്ടിപ്പ് തുടങ്ങിയത്. ഈ തുക കൃത്യമായി അടച്ച് പിന്നീട് 2 കോടി രൂപ വരെ വലിയ ലോൺ എടുത്തു. തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അന്വേഷണം തുടങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി.